എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ നാടൻ ഹോട്ടലുകളിലും തട്ടുകടകളിലും കിട്ടുന്ന കുറച്ച് പൊടിയോടുകൂടിയ ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ എങ്ങനെയാണ് നല്ലൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു സ്വാദ് കിട്ടാനായിട്ട് കുറച്ച് എല്ലുള്ള കഷ്ണങ്ങൾ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 15 മീഡിയം സൈസിലുള്ള ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇലകളാണ്. ചെറുതായതുകൊണ്ട് ഏകദേശം 20 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 8 or 10 മതിയാവും. ഈ വെളുത്തുള്ളി ഇലകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പെട്ടെന്ന് തന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത് ചേർക്കുന്നതാണ് നല്ലത്. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ഒരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പുവും 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്ത ഈ ഒരു മസാലക്കൂട്ടിൻ്റെ 2/3 ഭാഗം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മസാലക്കൂട്ട് നമുക്ക് ചിക്കൻ പൊടി തയ്യാറാക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു കളറിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിൽ എരിവ് കുറവായതുകൊണ്ട് കുറച്ചധികം ചേർക്കേണ്ടതായി വന്നേക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1.25 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരിന് പകരമായിട്ട് വിനാഗിരി ചേർത്താലും മതി. ഇനി നമുക്ക് ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനേ വെക്കാം. കഴിയുന്നതും ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാവും നല്ലത്. കൂടുതൽ സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കോൺഫ്ലോർ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു കടായിയോ അല്ലെങ്കിൽ ചൂടുകട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു നാടൻ ടേസ്റ്റിന് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്ത ശേഷം ആദ്യത്തെ 2 മിനിറ്റ് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് അനക്കാതെ ഇളക്കാതെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് പതുക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ച് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും വരെ ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും വരെ ഇതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഏകദേശം ഒരു 12 മിനിറ്റോളം ചിക്കനെല്ലാം ഇതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നല്ലൊരു സ്വാദിനായിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ സ്വാദെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് അതേ ഫ്ലെയിമിൽ തന്നെ 20-30 സെക്കൻഡ് കൂടി ഇതുപോലെ ഇളക്കി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എല്ലാം പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു 13-14 മിനിറ്റിലധികം ചിക്കൻ ഫ്രൈ ചെയ്താൽ ചിക്കൻ കൂടുതൽ ഹാർഡായി പോകും. അതുകൊണ്ട് പാകത്തിനൊന്ന് ക്രിസ്പിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള ചിക്കൻ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചിക്കൻ പൊടി തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടിൻ്റെ ബാക്കി ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടും വരെ ഇതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും വരെ മാത്രം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. മസാലക്കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പൊടിയെല്ലാം എണ്ണയിൽ നിന്ന് കോരി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈൽ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്